ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമൻ നാരായണീയത്തിൽ ദശകം 16 നരനാരായണ അവതാരവും ദക്ഷയാഗവും. ഓം നമോ ഭഗവതീ വസുദേവായ. ശ്ലോകം 4. അന്വാചരന്നുപദിശന്നഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമം മധ്യവാത്സേഹി ശക്രോ വദതി ശമതഭൂബല നിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഗായമാരം. സഹസ്ര കവച നിഗ്രഹാനന്തരം നരനാരായണനായ അവിടുന്ന് സഹോദരനായ നരനുമൊത്ത് ബദരികാശ്രമത്തിൽ പോയി തപസ്സാചരിച്ചിരുന്നു. മോക്ഷധർമ്മത്തെ ആചരിച്ച് ധർമ്മോപദേശം ചെയ്തുകൊണ്ട് തപസ് ബലം കണ്ട് ദേവപതി ഇന്ദ്രന് അസൂയ തോന്നി. സാധാരണ കഠിന തപസ്സനുഷ്ഠിക്കുന്നവരാരായിരുന്നാലും ഇന്ദ്രന് സഹിക്കില്ല. എന്തെന്നാൽ ഇന്ദ്രപദം തട്ടിയെടുക്കുന്നതിനാണോ ആ തപസ് എന്ന ആശങ്ക ഉയരുമുടനെ. അവരുടെ തപസ് മുടക്കാനായി കാമദേവനെയോ ദേവസ്ത്രീകളെയോ ഇരുവരെയും ഒന്നിച്ചുമൊക്കെ അയക്കും. അവർ ചെന്ന് തപസ് മുടക്കിയാൽ തൻ്റെ സ്ഥാനം സുരക്ഷിതമാകുമെന്നും ഇല്ലെങ്കിൽ ആ തപസ് തൻ്റെ ഇന്ദ്രപട്ടം നേടുമെന്നും തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നൊക്കെയുള്ള ചിന്തയാണ്, ആശങ്കയാണ്. ശ്ലോകം 5. കാമോ വസന്തമലയാ നിലബന്ധുശാലി കാന്താകടാക്ഷാഭിഷികർവികസൽവിലാസൈഹ വിദ്യന്മുകൂർമുകൂരകമ്പം ഉദീക്ഷ്യ ച ത്വാം പീതസ്തയാത ജഗതി മൃദുഹാസഭാജാം. ഇന്ദ്രാജ്ഞ അനുസരിച്ച് കാമദേവൻ, വസന്തൻ, മലയാനിലൻ എന്നീ ബന്ധുക്കളോടൊത്ത് നരനാരായണന്മാരുടെ തപസ് മുറിക്കാൻ കൂരമ്പുകൾ തൊടുത്തുവിട്ടു. സുരസുന്ദരിമാരും കാമനും എത്ര ശ്രമിച്ചിട്ടും ആ തപസ്സുകളെ ചലിപ്പിക്കാനായില്ല. അവർ ഇളകിയില്ല, സ്ഥാണുവിൽ ഉറച്ചിരുന്നു. ഇത് കണ്ടവർ ഭയന്നുപോയി. ശ്രീനാരായണൻ്റെ തപസ്സിളക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. തൻ്റെ തപസ് മുടക്കാൻ വന്നവർ സ്വയം പരാജിതരായി എന്ന് കണ്ടപ്പോൾ ശ്രീനാരായണൻ മെല്ലെ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് കാമനോട് പറഞ്ഞു. ശ്ലോകം 6. ഭീത്യാലം മഗജ വസന്തസുരാംഗനാവോ മന്മനാനനം ദിഗജുഷത്വം ഇതി ബ്രൂവാണഃ ത്വം വിസ്മയേന പരിതസ്തു വദാമദൈഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീഃ പിത്യാഗം മംഗജവസന്തം സുരാംഗനാവോ മന്മാനനം ദിഗജൂഷധ്വം ഇതി ബ്രൂവാണഃ ത്വം വിസ്മയേന പരിതസ്തു വദാമദൈഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീഃ. കാമദേവ, വസന്ത, സുരസുന്ദരികളെ, നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഇവിടെ വന്ന്
എൻ്റെ സൽക്കാരം സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങ് വിസ്മയപ്പെട്ട് ചുറ്റുനിന്ന് സ്തുതിക്കുന്നവർക്ക് തൻ്റെ പരിചാരകരെ കാട്ടിക്കൊടുത്തു. തങ്ങളുടെ ഇംഗിതം നടപ്പാകില്ലെന്ന് കണ്ടപ്പോൾ ആ സുരസുന്ദരികൾ തൻ്റെ ഗർവളക്കി, അയ്യോ ഭഗവാനെ, തപസ്യായ അങ്ങേക്ക് ഞങ്ങളെ ശപിക്കാനുള്ള കഴിവുണ്ടെന്നറിയാം. അങ്ങ് ഞങ്ങളുടെ അവിവേകത്തെ ക്ഷമിച്ച് അങ്ങയുടെ ദാസ്യമാരായി ഇവിടെ കഴിഞ്ഞുകൊള്ളാം. അങ്ങ് പറയുന്നത് എന്തും ചെയ്യാം, ശപിക്കരുതേ എന്ന് കേണപേക്ഷിച്ചു കൊണ്ട് സ്തുതിച്ചു നിന്നു. അപ്പോൾ ഭഗവാൻ ഓർത്തു, ശരി, ഇവരെ ശപിച്ചാൽ തപോബലം നഷ്ടമാകും, തന്നെയല്ല തപസ്സികൾ കോപിക്കരുതല്ലോ എന്ന് വിചാരിച്ച് കോപമടക്കി ശപിച്ചില്ല. പകരം അവരോട് ക്ഷമിച്ചു. തൻ്റെ പരിചാരകരെ സുരസുന്ദരികളേക്കാൾ സുന്ദരിമാരായ അവർക്ക് കാട്ടിക്കൊടുത്തു. ആ സുന്ദരിമാരെ കണ്ടവർ നാണിച്ചുപോയി. അങ്ങനെ സൗന്ദര്യ ഗർവമായി വന്നവൾ സ്വയം നാണം കെട്ടു. ഇതാ, നിങ്ങളെക്കാൾ സുന്ദരിയ ദാസികൾ എനിക്കുണ്ട് എന്ന് ഭഗവാൻ കാട്ടിക്കൊടുത്തു. നമസ്തേ. ബാക്കി ഭാഗം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.